പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേപ്പാളിൽ ഏതാണ് സംഭവിച്ചതെങ്കിൽ തിരുവോണ ദിവസം പത്തനംതിട്ട സായാഹ്നം കണ്ടത് വലിയ രീതിയിലുള്ള ഒരു അപകടമാണ്. പത്തനംതിട്ടയിൽ അബാൻ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി. അപകടത്തിൽ ഒരാൾ മരിച്ചു, ധാരാളം ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രക്തം പുരണ്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പൂർണ്ണമായും അവരുടെ ശരീരങ്ങൾ നമുക്ക് കാണിക്കുക വയ്യ. ഇതാണ് അപകടത്തിനിടയാക്കിയ കാർ. ആ കാറും ഏകദേശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കാൽനട യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തിയാണ് ആ കാർ ഡ്രൈവർ വലിയ രീതിയിൽ അവിടെ അഭ്യാസ പ്രകടനം നടത്തിയത്. അപകടത്തിൽ ഒരാൾ മരിച്ചു. വഴിയാത്രികനായ കണ്ണങ്കര സ്വദേശി അബൂബക്കറാണ് മരിച്ചത്. റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. തിരുവോണ ദിവസം കുടുംബവുമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു കാറ് പാഞ്ഞു വന്ന് ഇദ്ദേഹത്തിന് ജീവനെടുത്തത്. അപകടത്തിൽ 9 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ്. ഇയാളെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഓമല്ലൂർ സ്വദേശികളായ വിനു, വിശ്വജിത്ത് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. മദ്യലഹരിയിലായിരുന്ന ഇവരെ പോലീസ് വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗോകുൽനാഥ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽനാഥ്, വലിയ അപകടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മദ്യപിച്ചിട്ട് കാറെടുത്ത് വരിക, പാഞ്ഞു വന്ന കാൽനട യാത്രക്കാരുടെ മെക്കിട്ട് കയറുക, അതിലൊരു മരണം സംഭവിച്ചിരിക്കുന്നു. പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? വണ്ടി കണ്ടാൽ വലിയ അപകടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മദ്യപിച്ചിട്ട് ഓടിച്ചതാണോ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള കാരണം ഗോകുൽ? അരുൺകുമാർ, എന്തായാലും പോലീസ് പറയുന്ന പോലെ തന്നെ അതിഭീകരമായിട്ടുള്ള അപകടമാണ്. ദൃശ്യം കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്ത് നിന്ന് വാഹനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, 13ഓളം പേർക്കാണ് അപകടത്തിൽ സാരമായി തന്നെ പരിക്കേറ്റതെന്നുള്ളതാണ്. തിരുവോണ ദിവസം അമിതമായി മദ്യപിച്ച് ആഘോഷത്തിന്റെ ഭാഗമായി വാഹനത്തിൽ കടന്നെത്തിയ ഓമല്ലൂർ സ്വദേശിയായിട്ടുള്ള വിനുവും വിശ്വജിത്തുമാണ് ഈ വാഗണർ കാറിലുണ്ടായിരുന്നത്. അവർ ഈ കണ്ണങ്കര പ്രദേശത്ത് വെച്ച് മദ്യപിച്ച ശേഷം റോഡിൽ ഇറങ്ങി നിന്ന് ഛർദ്ദിക്കുന്നതൊക്കെ കണ്ട പ്രദേശവാസികളുണ്ട്. തുടർന്ന് ഇവർ ചതച്ച ശേഷവും വീണ്ടും മദ്യപിക്കുകയും തുടർന്ന് ഈ പ്രദേശത്തേക്ക് എത്തുകയുമായിരുന്നു. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മേൽപ്പാലത്തിന്റെ അടക്കം പണികൾ പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്ത് 3-4 തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായി ഇവിടെ ഈ പാർക്കിംഗ് സംവിധാനം ഒരുക്കാത്തതിനാൽ നിരവധി വാഹനങ്ങൾ റോഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ വിസ്തീർണം തീരെ കുറവാണ്. അവിടേക്കാണ് ഈ അമിത വേഗത്തിലെത്തിയ കാറ് പാഞ്ഞെടുത്തതെന്നുള്ളതാണ്. മാത്രമല്ല, തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ ഹോട്ടലുകളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഈ കണ്ണങ്കരയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ പ്രദേശത്തുണ്ടായിരുന്ന ഈ അതിഥി തൊഴിലാളികൾ പലരും ഭക്ഷണം വാങ്ങി പോകുന്ന വഴിക്കാണ്, നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ ഭക്ഷണം വാങ്ങി പൊതികൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇവരുടെ കൂട്ടത്തിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറുന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ 13ഓളം ബംഗാൾ സ്വദേശികൾക്ക് സാരമായി തന്നെ പരിക്കേറ്റുണ്ട്. ഏകദേശം 9 പേർക്കോളം സാരമായ പരിക്കാണ്. അങ്ങനെ സാരമായി പരിക്കേറ്റ പലരും ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്കും ബാക്കിയുള്ളവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. പലർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, ഈ റോഡിന്റെ പണിയോടനുബന്ധിച്ച് വലിയ കുഴികളും ഗർത്തങ്ങളും ഒക്കെ ഈ പ്രദേശത്തുണ്ട്. പലരും ഗർത്തത്തിൽ നിന്നാണ് പലരെയും ഈ രക്ഷാപ്രവർത്തകർ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നുള്ളതാണ്. എന്തായാലും ഇരുവരും അമിതമായി മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും രണ്ടുപേരെയും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇരുവരും മദ്യപിച്ചതായി പോലീസ് അറിയിക്കുന്നുമുണ്ട്. അമിതമായി മദ്യപിച്ചിരുന്നു. ഇവരുടെ വാഹനത്തിൽ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു. നിരവധി വാഹനങ്ങളെ ഇടിച്ചു തള്ളിക്കൊണ്ടാണ് ഇവർ ഈ ബംഗാൾ സ്വദേശികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയും തുടർന്ന് ഈ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നുള്ളതാണ്. ഏതായാലും നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ മേൽപ്പാലത്തിന്റെ പണികളൊക്കെ പൂർണ്ണമായും നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ വലിയ ഗതാഗത തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തിരുവോണ ദിവസമായതുകൊണ്ട് തിയേറ്ററുകളിൽ എത്താനൊക്കെ വലിയ തിരക്കും ഉണ്ടായിരുന്നു. 3ഓളം തിയേറ്ററുകൾ പ്രവർത്തിക്കുന്ന പ്രദേശം കൂടിയാണ്. അവിടെ ഒന്നും പാർക്കിംഗ് സംവിധാനം റോഡിലാണ്. രണ്ടുപേരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗോകുൽനാഥാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് പത്തനംതിട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ഇരുവരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് അധികാരികൾ നൽകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നിയന്ത്രണവുമില്ലാതെ വണ്ടി ഓടിച്ച ഒരു ജീവനെടുത്തു. നിരപരാധിയായ മനുഷ്യൻ എന്തു പിഴച്ചു? റോഡ് സൈഡിലൂടെ നടന്നു പോവുകയായിരുന്ന മനുഷ്യനെയാണ് ഇടിച്ചു വീഴ്ത്തിയത്. 9ഓളം മറ്റ് ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. മദ്യപിച്ചിട്ട് ഒരു കാറും എടുത്ത് പുറത്തിറങ്ങുക, നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുക.